ഈ ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ട് പിണറായി വിജയൻ വീരവാദം മുഴക്കിയപ്പോൾ സംസ്ഥാനത്തിന് പുറത്ത് ആകെ 1-2 പേരെ ജയിച്ചേക്കണത്. അതൊക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഒരാളും വന്ന് നിഷേധിച്ചില്ലല്ലോ. 2019 വരെ ജമാഅത്ത് ഇസ്ലാമി ഒരു കൂടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മത്സരിച്ച ഏകദേശം എല്ലാ തെരഞ്ഞെടുപ്പിലും ജമാഅത്ത് ഇസ്ലാമി LDF സ്ഥാനാർത്ഥിയുടെ കൂടെയായിരുന്നു. അപ്പോൾ ഒക്കെ അവരെത്താണ് മതേതരവാദികൾ, ഇപ്പോൾ വർഗീയവാദികൾ. അങ്ങനെ CPM പറഞ്ഞതനുസരിച്ച് അഭിപ്രായം മാറ്റേണ്ട ആവശ്യം എന്താ? ഞങ്ങളുടെ നിലപാട് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയും പ്രോത്സാഹിപ്പിക്കില്ല. ആരാണ് വർഗീയവാദം പറയുന്നത്? ഏത് സമുദായത്തിൽപ്പെട്ട ഏത് മതത്തിൽപ്പെട്ട ആൾ വർഗീയവാദം പറഞ്ഞാലും ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യും. മാറിയിക്കില്ല, മിണ്ടാതെ നിൽക്കില്ല. ഞങ്ങൾ വർഗീയവാദം ആര് പറഞ്ഞാലും, ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും, ഏത് വർഗീയ ശക്തി ശ്രമിച്ചാലും ഞങ്ങൾ അതിനെ നിഷ്പക്ഷമായി തന്നെ അതിനെ ചോദ്യം ചെയ്യും. ഒരു തരത്തിൽ ആര് വർഗീയവാദം കേരളത്തിൽ നടത്തിയാലും പ്രോത്സാഹിപ്പിക്കും. പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഇറങ്ങി ഞങ്ങൾ അവർക്കെതിരാണ് ഇവർക്കെതിരാണ് പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് അറിയാമല്ലോ, പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ നേരം വിളിക്കുമ്പോൾ CPMൻ്റെ ഒരു അജണ്ട വെച്ചുകൊണ്ട് എല്ലാ ചോദ്യത്തിനും എല്ലാ ദിവസവും രാവിലെ പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ നിലപാട് വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ്. അധികാരം കിട്ടാൻ വേണ്ടിയിട്ടോ ജയിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ഒരു കോംപ്രമൈസും ഞങ്ങൾ ചെയ്യില്ല. കേരള ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത തരത്തിൽ അത് ചെയ്തവരാണ് ഞങ്ങളെന്ന് നിങ്ങൾക്കറിയാം. ഇനിയും അതിൻ്റെ അകത്തൊരു വിട്ടുവീഴ്ചയില്ല. ഏത് ഭൂരിപക്ഷ ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. അതാണ് CPMൻ്റെ അജണ്ട. ആ അജണ്ടയാ കെണിയായിട്ട് തന്നെത്താനെ ഇരുന്നാൽ മതി, തന്നെത്താനെ അതിൻ്റെ അകത്ത് വീണോളും. എത്ര ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. അപ്പോൾ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പിണറായി വിജയൻ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്, ഒരുമിച്ച് എത്രയോ പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട്. ഈ തൊട്ട് മുമ്പുള്ള അമീറായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടല്ലോ. ആർക്കറിയാൻ പാടാത്ത കേരളത്തിൽ ആ ആസ്ഥാനത്ത് പോയിട്ടുണ്ടല്ലോ. ദേശാഭിമാനിയുടെ എഡിറ്റോറിയലില്ലേ, ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒന്നും വായിച്ചിട്ടില്ലല്ലേ? ദേശാഭിമാനിയുടെ എഡിറ്റോറിയലും അതിൻ്റെ എഡിറ്റോറിയൽ പേജിലുള്ള സംഭവമുണ്ട്. ഏത് നേരത്തെ ജമാഅത്ത് ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ CPMന് പിന്തുണ കൊടുത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട്. ഇത് എന്നിട്ട് ഞാൻ പറയുന്നത് ഇതൊക്കെ കേരളമല്ലേ, ഇത് ആളുകൾക്ക് ഇതെല്ലാം കയ്യിലിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുമ്പോൾ നമ്മളെന്തിനാ അതിൻ്റെ പുറകെ പോകണം? അല്ല, തീർച്ചയായിട്ടും അല്ല, എന്ത് കാര്യമാണെങ്കിലും അന്വേഷിക്കാമല്ലോ. അതിനെന്താ? തീർച്ചയായിട്ടും അതെനിക്കറിയില്ല, അതെനിക്കറിയത്തില്ല. അതറിയില്ല. എന്ത് കാര്യമാണെങ്കിലും അന്വേഷിക്കാം. ഞങ്ങളുടെ പാർട്ടിയിലൊന്നും ഞങ്ങളങ്ങനെ ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമം നടത്തില്ല. ആരെങ്കിലും അതിൻ്റെ പുറകിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വന്നോട്ടെ.